നമസ്കാരം. ഇപ്പോൾ ഇവിടെ മെക്ക കരാർ, സൗദി അറേബ്യയിലെ മെക്ക കരാർ എന്ന പേരിൽ ഒരു മുന്നണി രൂപപ്പെടുന്നുണ്ട്. മക്ക എന്ന പേരിട്ടത് എന്തുകൊണ്ടാണ്? സൗദി എന്ന് പേരിട്ട് കഴിഞ്ഞാൽ സൗദിയുടെ ഒരു മേൽക്കോയ്മ അതിൻ്റെ സൂചനയായിട്ട് മാറും. മക്ക എന്ന് പേരിട്ട് കഴിഞ്ഞാൽ ലോകത്തിലെല്ലാ മുസ്ലിങ്ങൾക്കും അതൊരു പുണ്യസ്ഥലമാണ്. ഷിയാകൾക്കാകട്ടെ സുന്നികൾക്കാകട്ടെ എല്ലായിടത്തും. അപ്പോൾ മക്കയുടെ പേരിൽ ഒത്തുചേരാൻ അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവില്ല. അങ്ങനെയാണ് മക്കയുടെ പേരിൽ ഒരു ഒത്തുചേരൽ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇപ്പോൾ. അത് യൂറോപ്പിലുള്ള ഒരു യുദ്ധകാല സംബന്ധിയായിട്ടുള്ളൊരു ഒത്തുതീർപ്പുണ്ട്. അതിൻ്റെ പേര് ഞാൻ എൻ്റെ നാക്കുന്ന തുമ്പത്തുണ്ട്. അമേരിക്കയാണ് അതിൻ്റെ നേതൃത്വത്തിലുള്ളത്. അതേ മോഡലിൽ അതേ രീതിയിലാണ് പാകിസ്ഥാനും ടർക്കി, സൗദി അവരെല്ലാവരും കൂടിയിട്ട് ഈ കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുള്ളത്. സൗദിയെ ആരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ അത് തങ്ങളെ ആക്രമിച്ചതാണെന്ന് പാകിസ്ഥാൻ മനസ്സിലാക്കേണ്ടതുണ്ട്. പാകിസ്ഥാൻ ആരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ ആരാണ് പാകിസ്ഥാനെ ആക്രമിക്കാറുള്ളത്? ആക്രമിക്കുകയല്ല, അവർ വൃത്തികേട് കാണിക്കുമ്പോൾ അവർക്ക് അതിനുള്ള ശിക്ഷ കൊടുക്കുന്നു ഇന്ത്യ. പാകിസ്ഥാൻ ആരെങ്കിലും ആക്രമിക്കുകയാണെങ്കിൽ അത് തങ്ങളെ ആക്രമിച്ചതാണെന്ന് കരുതണം. ഇതാണ് സൗദിയുടെ നയം, അതാകണം. ഇതുപോലെ തന്നെ ഇതിനകത്ത് നാറ്റോ സഖ്യം പോലെ, അതാണ് ഞാൻ മുമ്പ് മറന്നുപോയ വാക്ക്, നാറ്റോ സഖ്യം പോലെ ഈ സഖ്യത്തിൽ ഉൾപ്പെട്ട ടർക്കിക്കെതിരായാലും ഒരു യുദ്ധമോ അല്ലെങ്കിൽ ഒരു ഭീഷണി മുഴക്കി കഴിഞ്ഞാൽ ഈ മൂന്ന് ആൾക്കാരും കൂടിയിട്ട് സൗദിയും ടർക്കിയും പാകിസ്ഥാൻ ഇപ്പോൾ മറ്റുള്ള രാഷ്ട്രങ്ങളിൽ ചേരാൻ പോകുന്നു എന്നാണ് കേൾക്കുന്നത്. ഈജിപ്ത് പോലുള്ള രാജ്യങ്ങൾ, ലെബനോനൊക്കെ അതിലുണ്ടോയെന്ന് അറിയില്ല, ജോർദാനൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല. പക്ഷെ ഇപ്പോൾ അതിന് ചേരാനുള്ള നീക്കം ശക്തമാക്കിയിരിക്കുകയാണ് നമ്മളുടെ കൈകൊണ്ട് ജീവൻ കിട്ടിയ ബംഗ്ലാദേശ്. പാകിസ്ഥാൻ അവരെ ഇടിച്ച് ചതയ്ക്കുകയായിരുന്നു. ഭരണം പാകിസ്ഥാൻ്റെ. ആ പാകിസ്ഥാനിൽ 10,000-3000 കിലോമീറ്റർ അകലെയാണ് ബംഗ്ലാദേശ് കിടക്കുന്നത്. അതുകൊണ്ട് ബംഗ്ലാദേശിനോട് എപ്പോഴും ഒരു ചിറ്റമ്മ നയം, ഒരു രണ്ടാനമ്മ നയം കാണിച്ചിരുന്നത്. അതുകൊണ്ട് അവർക്ക് മോചനത്തിനായിട്ട് അവർ ലഹളി ഉണ്ടാക്കി, പാകിസ്ഥാൻ അത് അടിച്ചമർത്തി. പക്ഷേ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ നമ്മൾ അവർക്ക് നേടിക്കൊടുത്തു, മുജിബുർ റഹ്മാൻ നേടിക്കൊടുത്തു. അത് അഭയാർത്ഥി പ്രവാഹം ഉണ്ടായപ്പോഴാണ് നമ്മളത് ചെയ്തത്. വേറെ ആരും ഇടപെട്ടില്ല. എന്തായാലും ബംഗ്ലാദേശ് എന്ന രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രപിതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധിനെ പറയാൻ പറ്റുള്ളൂ. ഇന്ദിരാഗാന്ധിയുടെ മനസ്സിൽ നിന്ന് സമരം നടത്തി ഉണ്ടായതാണ് ബംഗ്ലാദേശ്. അല്ലെങ്കിൽ ബംഗ്ലാദേശ് ഉണ്ടാകില്ല. ആ ബംഗ്ലാദേശും ആത്യന്തികമായിട്ട് ഇന്ത്യക്കെതിരെ രൂപപ്പെടുന്ന ഈ മക്ക കരാറിൽ അവരും ചേരാൻ പോവുകയാണെന്നാണ് പുതിയ വാർത്ത. ചേർന്ന് കഴിഞ്ഞു എന്നും വാർത്തയുണ്ട്. സൗദി അറേബ്യ, പാകിസ്ഥാൻ, തുർക്കി എന്ന രാജ്യങ്ങൾ രൂപീകരിച്ച തന്ത്രപ്രധാന സുരക്ഷാ സംവിധാനമായിട്ടുള്ള മക്ക കരാർ, മക്ക പാക്ട്, അതിൽ ചേരാൻ ബംഗ്ലാദേശ് കൂടി തയ്യാറാകുകയാണ്. ഇപ്പോൾ ജിദ്ദയിൽ നടന്ന OIC വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൽ ബംഗ്ലാദേശ് പങ്കെടുത്തു. ആ യോഗത്തിനിടയിലാണ് ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി ഹുമയൂൺ കബീർ, സൗദി വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൗദുമായിട്ട് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ ഒരു കാര്യം വലിയ രൂപത്തിൽ ചർച്ചയായത്. നിർണായകമായിട്ടുള്ള ചർച്ചകൾ അപ്പോഴാണ് നടക്കുന്നത്. സഖ്യത്തിലേക്ക് ചേരാൻ സൗദി അറേബ്യ ബംഗ്ലാദേശിന്
ബംഗ്ലാദേശിന് താല്പര്യം ഉണ്ട് എന്നുള്ളത് കൊണ്ട്, ആ താല്പര്യം അറിയിച്ചതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ ഒരു രീതിയാണല്ലോ, സൗദി ക്ഷണിച്ചിരിക്കുകയാണ്. ബംഗ്ലാദേശിന് ഔദ്യോഗികമായിട്ടുള്ള ക്ഷണം കൊടുത്തിരിക്കുകയാണ്. അംഗരാജ്യങ്ങൾ ഏതെങ്കിലും ഒരു രാജ്യത്തിന് ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ അത് എല്ലാ രാജ്യങ്ങൾക്കും നേരെയുള്ള ആക്രമണമായിട്ട് കണക്കാക്കിക്കൊണ്ട് അതിനെ പ്രതിരോധിക്കുക. അതിന് കണക്റ്റീവ് ഡിഫൻസ് എന്നാണ് പറയുക. എനിക്കെതിരെയല്ല പ്രശ്നം, അയാൾക്കെതിരെയാണ് പ്രശ്നം. പക്ഷെ ഞാൻ ഇടപെടും. കാരണം എന്താ, എനിക്കൊരു പ്രശ്നം ഉണ്ടായാൽ അവരെന്നിൽ ഇടപെടും. അങ്ങനെയാണ് പാക്റ്റ്, അങ്ങനെയാണ് സന്ധി വന്നിട്ടുള്ളത്. അതിന് മക്ക കരാർ. നാറ്റോ സഖ്യം അങ്ങനെയാണ്. മുൻപ് സൗദിയിൽ നടന്ന ചർച്ചകൾക്ക് പിന്നാലെ ഓഗസ്റ്റിലാണ് സൗദിയും ടർക്കിയും പാകിസ്ഥാനും ചേർന്ന് ഈ കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയത്. ബംഗ്ലാദേശിൽ പുതിയ സർക്കാർ അധികാരമേറ്റതിന് ശേഷം പാകിസ്ഥാനും സൗദിയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ശക്തമാകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ നീക്കം. പാകിസ്ഥാന് ആഭ്യന്തര ശത്രുക്കളുണ്ട് അവിടെ. പാകിസ്ഥാൻ്റെ തെക്ക് പടിഞ്ഞാറ് കിടക്കുന്ന ഒരു ഭൂവിഭാഗത്തിലുള്ള ആളുകൾ മുഴുവൻ പാകിസ്ഥാനിന് എതിരാണ്. ഇപ്പോഴും അതുപോലെ കൊല്ലും കൊലയും അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് അവരുടെ പതാകയെ അവരുടെ ദേശീയ ഗാനമായി. അപ്പം ആയതുകൊണ്ട് ആ ശത്രുക്കൾ എപ്പോഴെങ്കിലും പാകിസ്ഥാനെ നിരന്തരം ആക്രമിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അവരെ ടർക്കിക്കും പല ശത്രുക്കളുമുണ്ട്. നമ്മൾ ടർക്കിക്ക് ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ ശത്രുക്കളാണ് ഇപ്പോൾ. അപ്പം നമ്മളെയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് അവിടെ. ഏതായാലും കരാറിൽ ചേരുന്നത് ബംഗ്ലാദേശിൻ്റെ പരമാധികാര സംബന്ധിയായിട്ടുള്ള തീരുമാനമാണെന്നും മറ്റുള്ളവർ ഇതിൽ വേവലാതിപ്പെടേണ്ട യാതൊരു ആവശ്യമില്ലെന്ന് ബംഗ്ലാദേശിലെ അതിതീവ്ര യാഥാസ്ഥിതിക കക്ഷിയായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി പ്രതികരിച്ചു. ഇന്ത്യക്കാരായിരുന്നു വിഷമിക്കേണ്ട കേട്ടോ എന്ന്. ബംഗ്ലാദേശ് മക്ക സൗഖ്യത്തിൻ്റെ ഭാഗമാകുന്ന ബംഗ്ലാദേശ്, അത് വലിയ ജാഗ്രതയോട് കൂടിയിട്ടാണ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ. ഏത് സമയത്തും ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഇന്ത്യ പലപ്പോഴും പല രൂപത്തിലും വലിയ ഏറ്റുമുട്ടലോ ചെറിയ ഏറ്റുമുട്ടലോ, കാരണം വെച്ചാൽ അടുത്തടുത്ത് കിടന്ന രാജ്യങ്ങളാണല്ലോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ ഇനി ഇന്ത്യക്ക് മാത്രമായിട്ടൊരു സർജിക്കൽ സ്ട്രൈക്ക് നടത്താൻ കഴിയില്ല. അങ്ങനെ നടത്തുകയാണെങ്കിൽ തിരിച്ചു വരുന്നത് ഇന്ത്യ മാത്രമായിട്ട് പാകിസ്ഥാനുമായിട്ട് നമുക്കറിയാം സിന്ദൂർ നടത്തിയത്. പക്ഷേ ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അത് പാകിസ്ഥാൻ ഇവിടേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്ത് വന്ന് മര്യാദയുടെ എല്ലാ വിധത്തിലുള്ള കാര്യങ്ങൾ ഉല്ലംഘിച്ചുകൊണ്ട് നമുക്കറിയാം നിരപരാധികളെ വെടിവെച്ചു എന്ന കാര്യം അറിയാം. പക്ഷേ ഇനിയും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സംഭവത്തിൻ്റെ അതിൻ്റെ മൂലാധാരം എന്താണ്, ആരുടെ പേരിലാണ് തെറ്റ് എന്നുള്ളതല്ല. നാളെ പാകിസ്ഥാൻകാർ ഇവിടെ വന്ന് പഹൽഗാം ഇനിയും ആവർത്തിച്ചു കഴിഞ്ഞാലും പാകിസ്ഥാന് ഒരു ശിക്ഷ കൊടുക്കാൻ ഒരുമ്പെട്ട് കഴിഞ്ഞാൽ ടർക്കിയും ബംഗ്ലാദേശും സൗദി അറേബ്യയും ഇനി അതിൽ കൂട്ടിച്ചേരാൻ പോകുന്ന ഈജിപ്തിനെ പോലുള്ള ആളുകൾ എല്ലാവരും കൂടിയിട്ടായിരിക്കും ഇന്ത്യയുടെ മെക്കെട്ട് കയറാൻ വരിക. അപ്പം അതിൻ്റെ രീതി എന്തായിരിക്കും? ആ മക്ക പാക്റ്റ് അതിലെന്തെല്ലാം കാര്യങ്ങളാണ് എഴുതി വച്ചിട്ടുള്ളത്, അത് ഇന്ത്യയെ ഏത് തരത്തിലാണ് ബാധിക്കാൻ പോകുന്നത്, അതിനെക്കുറിച്ചുള്ള ആശങ്കകൾ ഇന്ത്യയുടെ ഭരണാധികാരികൾക്കുണ്ട്. ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ബംഗ്ലാദേശിൽ ഇപ്പോൾ പാകിസ്ഥാൻകാരില്ല. പക്ഷേ ഇന്ത്യയുമായിട്ട് അതിർത്തി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബംഗ്ലാദേശിൻ്റെ അപ്പുറത്തുമുണ്ട് ഇന്ത്യ. ഒരു കുപ്പിക്കഴുത്ത് പോലെ 74 കിലോമീറ്ററോ മറ്റുള്ളൊരു സ്ഥലമുണ്ട്. അതിൻ്റെ അപ്പുറത്തും ഇന്ത്യയുണ്ട്, ഇപ്പുറത്തും ഇന്ത്യയുണ്ട്.
സപ്തസുന്ദരികൾ എന്ന് പറയാവുന്ന 7 കൊച്ചു രാജ്യങ്ങൾ പാകിസ്ഥാൻ ബംഗ്ലാദേശിൻ്റെ അപ്പുറത്താണ് എടുക്കുന്നത്. ഒരു ഭാഗത്തുള്ളത് ചൈനയാണ്. അങ്ങനെയുള്ള ബംഗ്ലാദേശിൽ പാകിസ്ഥാൻ്റെ സൈനിക തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ സ്ഥാപിതമാകുന്നത് ഒരിക്കലും നമുക്ക് തള്ളിക്കളയാവുന്ന കാര്യമല്ല. അത് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ സുരക്ഷയെ വലിയ രൂപത്തിൽ ബാധിക്കുന്നുള്ള ഉറപ്പാണ്. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഭീകര സംഘടനകൾ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യക്കെതിരെ നിഴൽ യുദ്ധം നടത്താനും അതിർത്തി കടന്നുള്ള ഭീകര പ്രവർത്തനങ്ങൾ ശക്തമാക്കാനും ഇത് വഴിയൊരുക്കും. പാകിസ്ഥാൻ്റെ ബേസുകൾ വരും, ടർക്കിയുടെ ബേസുകൾ വരും ബംഗ്ലാദേശിൽ. അപ്പുറത്ത് പാകിസ്ഥാൻ, ഇപ്പുറത്ത് ബംഗ്ലാദേശ്, വടക്ക് ഭാഗത്ത് ചൈന. ഇന്ത്യ വളരെയധികം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്ന് സാരം. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഭീകര സംഘടനകൾ ഇനി ബംഗ്ലാദേശിലായിരിക്കും അവരുടെ ബേസുകൾ ഉണ്ടാക്കുക. അവിടെ നിന്നായിരിക്കും ഇന്ത്യയുമായിട്ടുള്ള അവരുടെ രഹസ്യ യുദ്ധങ്ങൾ, നിഴൽ യുദ്ധങ്ങൾ നടക്കുക. ദില്ലിയുമല്ല പിണ്ടിയുമല്ല റാവൽപിണ്ടി പാകിസ്ഥാൻ, ബംഗ്ലാദേശാണ് പ്രധാനം എന്ന ബംഗ്ലാദേശ് ഭരണകൂടത്തിൻ്റെ വിദേശ നയത്തിന് വിപരീതമായിട്ട് ഞങ്ങൾക്ക് ഡൽഹി പ്രശ്നമല്ല, ഞങ്ങൾക്ക് പിണ്ടിയും പ്രശ്നമല്ല, പിണ്ടിച്ച റാവൽപിണ്ടി അത് ഞങ്ങൾക്ക് പ്രശ്നമല്ല, അവിടെ എന്ത് നടക്കുന്നു ഞങ്ങൾ അറിയേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് ബംഗ്ലാദേശാണ് പ്രശ്നം. ആ ഒരു കാര്യം മാത്രമേ ഞങ്ങൾ നോക്കുന്നുള്ളൂ. അതാണ് ബംഗ്ലാദേശിൻ്റെ വിദേശ നയം. അതിന് വിപരീതമായിട്ടാണിപ്പോൾ പാകിസ്ഥാനുമായിട്ട് സൈനിക കൂട്ടായ്മയുടെ അതിനുള്ള നിലപാടെടുക്കുന്നത്. സൗദിയുമായിട്ട് ഇന്ത്യക്ക് എല്ലാ കാലഘട്ടത്തിലും മികച്ച ബന്ധമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ തുർക്കിയും പാകിസ്ഥാനും നിരന്തരം എവിടെയൊക്കെ വെച്ച് ഇന്ത്യയെ അവഹേളിക്കാൻ കഴിയുമോ അതൊക്കെയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യക്കെതിരെ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട് അന്താരാഷ്ട്ര വേദികൾ, യുണൈറ്റഡ് നേഷൻസ് പോലുള്ള സ്ഥലങ്ങളിൽ. ഇവർക്കൊപ്പം ഇനി ബംഗ്ലാദേശ് കൂടി കൂട്ടിച്ചേരുന്നത് കിഴക്കൻ അതിർത്തിയിൽ, വടക്ക് കിഴക്കൻ അതിർത്തിയിൽ വലിയ തന്ത്രപരമായിട്ടുള്ള ഒരു സമ്മർദ്ദം ഇന്ത്യക്ക് മേലെ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. ഏറ്റവും വലിയ രസം എന്താണെന്നറിയാമോ? ഇത്രയും പറഞ്ഞിട്ട് ഞാൻ പറയാത്തൊരു കാര്യമുണ്ട്. മുസ്ലിങ്ങളുടെ കൂട്ടായ്മ ഇന്ത്യക്കെതിരെ, ഇന്ത്യക്കകത്തുള്ള മുസ്ലിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇന്ത്യക്കകത്തുള്ള മുസ്ലിം സംഘടനകൾക്ക് എന്താണ് പറയാനുള്ളത്? ഇത് കുറേ രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയല്ല, മുസ്ലിം കൂട്ടായ്മയാണ്. മുസ്ലിം കൂട്ടായ്മയാണ് വരുന്നത്. സുന്നി മുസ്ലിങ്ങളെന്ന് എടുത്തു വേണമെങ്കിൽ പറയാം. അവരുടെ കൂട്ടായ്മ ഇപ്പോൾ അവരുടെ പ്രധാന ലക്ഷ്യം ഇന്ത്യയാണ്. കാരണം പാകിസ്ഥാൻ ആ കൂട്ടായ്മയിലുണ്ട്, ബംഗ്ലാദേശ് ആ കൂട്ടായ്മയിലേക്ക് വരാൻ പോകുന്നു, ടർക്കി എപ്പോഴും ഇന്ത്യക്കെതിരാണ്. അങ്ങനെ വരുമ്പോൾ ഈ മുസ്ലിം കൂട്ടായ്മ ആത്യന്തികമായിട്ട് ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു സൈനിക കൂട്ടായ്മയായിട്ട് മാറുകയാണത്. ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ, അവരുടെ സംഘടനകൾ ഇതിലെങ്ങനെയാണ് നോക്കിക്കാണുന്നത് അറിയാൻ താല്പര്യമുണ്ട്. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും. നമസ്കാരം.